ഇവനൊക്കെ പെണ്ണ് പിടിക്കാനും കഞ്ചാവ് അടിക്കാനും ഇഷ്ടമാതിരി ജീവിക്കാനും വേണ്ടിയിട്ടുള്ള ഒരൊറ്റ സൊല്യൂഷനാണ് ഈ യുക്തിവാദവും നിരീശ്വരവാദവും ഇതേപോലുള്ള സാധനം. യഥാർത്ഥ യുക്തിവാദികൾ ഇങ്ങനെയല്ല. തൊഴിലെടുത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. ഒരു തൊഴിലുമില്ലാതെ ചാനലും കൊണ്ടിരിക്കുന്ന യുക്തിവാദികളെന്ന് അവകാശപ്പെടുന്ന ഈ മുസ്ലിമുകളെ ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ടില്ലാച്ചാൽ ഭാവിയിൽ ഇതിനേക്കാൾ വല്ല വൾഗാരിറ്റി ഇവൻ ഇവിടെ ചെയ്യും. പ്രത്യേകിച്ച് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഇതിനേക്കാൾ വൾഗറായ സാധനം നമ്മുടെ നാട്ടിൽ ചെയ്യാനിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളുക. ഇവനെ ബൂസ്റ്റപ്പ് ചെയ്ത് തലേ ചുമന്നുകൊണ്ട് നടക്കുന്ന സംഘികൾ അറിയാൻ അവൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മർമ്മത്തടിക്കാൻ നിങ്ങളെയാണ്. കാരണം നിങ്ങളിലുള്ളവരെ ഒരാളെ തട്ടിയാൽ മാത്രമേ അത് ഇസ്ലാമിന്റെ തലയിലേക്ക് വന്ന് വീഴുകയുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് ഗെയിൻ എടുക്കുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശ ലക്ഷ്യം. അവർ വിചാരിച്ചിരിക്കുന്ന ഒരു വൃത്തികേടിലേക്ക് ഇസ്ലാം മത വിഭാഗത്തിൽ നിന്ന് ആരെയും കിട്ടാതെ വരുമ്പോൾ അവരെ അങ്ങനെയാണെന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമത്തിന് വേണ്ടിയിട്ട് കാണിക്കുന്ന കോക്കൃത്തരങ്ങളാണ് ഇതൊക്കെയെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ക്രൂവൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്രൂവൽറ്റി. അത്രയും ക്രൗഡഡായി നിൽക്കുന്ന ഒരിടത്തേക്ക് വണ്ടി ഇടിച്ചു പാഞ്ഞു കയറുകയാണ്. എന്നിട്ട് അതൊന്നും പോരാതെ ആ ഒരു വിഷയം മുസ്ലിംസിന്റെ തലയിൽ കൊണ്ടിട്ട് മുസ്ലിങ്ങളെ തീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്ന ഒരു വൾഗർ ഇതുണ്ടല്ലോ, ഭയാനകമാണത്. പേടിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ നാട്ടിൽ തീവ്രവാദം ഇല്ല എങ്കിൽ തീവ്രവാദം ഉണ്ടാക്കിയെടുക്കാൻ ഇവന്മാരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് എന്ത് തരം ഫ്രസ്ട്രേഷൻ ആണോന്ന് അറിയത്തില്ല. ഇത് എന്ത് തരം ഭ്രാന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു വിഭാഗം ജനതയെ അപരവൽക്കരിക്കാൻ അവന്മാരുടെ വാക്കുകൾ കൊണ്ട് തന്നെ ധാരാളം. അത് പോരാതെ ഇത്തരം പ്രവൃത്തികളിൽ കൂടെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വിഭാഗക്കാരെ ഒന്നടങ്കം നശിപ്പിക്കുക എന്നൊരു ടേമല്ലേ അവരുടെ ഉദ്ദേശ ലക്ഷ്യം. നിരന്തരമായി ഇസ്ലാമിന്റെ മുഖം ചീത്തയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട വിഭാഗമായ മുസ്ലിം എന്ന് പറയുന്ന നാറികൾ ചെയ്യുന്ന ചെയ്ത്തുകളെല്ലാം തന്നെ ഇസ്ലാമിന്റെ തലയിലേക്ക് വരികയാണ്. ഇവിടെ ഇപ്പോ ഇവരുടെ പേര് മാറ്റേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരൊറ്റ വിഷയം കാണിച്ചുകൊണ്ട് തന്നെ യവന്മാരുടെ അടുത്ത് അത് നിർബന്ധപൂർവ്വം പറയണം. അല്ലെങ്കിൽ ഈ പേര് വെച്ചുകൊണ്ട് യവന്മാർ കാണിക്കുന്ന തെണ്ടിത്തരം കൂടെ നമ്മുടെ തലയിലോട്ട് വരത്തില്ലയോ? മതവിശ്വാസത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മതവിശ്വാസി അല്ലാത്ത ഒരു താൻ മതവിശ്വാസിയാണെന്ന വ്യാജേന പോയി ഒരു വിഭാഗം ജനതയുടെ, അതും അത്രയും ക്രൗഡഡ് ആയ ഒരു ഏരിയയിലേക്ക് വണ്ടി ഇടിച്ചു കൊണ്ട് കയറ്റുകയാണ്. അതിന്റെ ഭീകരത മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിലൊന്നും ബാധിക്കപ്പെടാത്ത മനുഷ്യരാവത്തില്ലേ മരണപ്പെട്ടു പോവുക? ഈ തീവ്രവാദം, ഏത് തീവ്രവാദവും എതിർക്കപ്പെടേണ്ടതുണ്ട്. അത് വിശ്വാസി ചെയ്താലും തെറ്റാണ്, ഈ പറയുന്ന വൃത്തികെട്ട രീതിയിലുള്ള ഇവന്മാർ ചെയ്താലും തെറ്റാണ്. ഇവിടുത്തെ മുസ്ലിമായിട്ട് ഇവിടെ അറിയപ്പെടുന്ന നമ്മുടെ ആരിഫ് ഹുസൈനും ബാക്കി ടീമും ഒക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട രീതിയിലാണ്. ഇവനെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല എന്ന് വരുന്ന ഒരു അവസരത്തിൽ ഇപ്പം അവനൊരു ഇതുണ്ടാവും, ഐഡിയ ഉണ്ടാവും, ഞാൻ ഇത്രയൊക്കെ പറയുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു, അപ്പൊ പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇവിടെയുള്ള ഇസ്ലാമിയരെ എല്ലാവരുടെ അടുത്ത് വെച്ച് ഉടുത്തോളും എന്നൊരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. അതിന്റെ നേർ വിപരീതമായി ഇവിടെയുള്ള അവർക്ക് അങ്ങനെ ഒരു ഭാഗമില്ലാച്ചാൽ പിന്നെ അടുത്തത് ഞാൻ അങ്ങോട്ട് ബോംബായിട്ട് പൊട്ടിത്തെറിക്കാമെന്നാണെങ്കിലോ? എല്ലാ മുസ്ലിം തീവ്രവാദികളെയും കണ്ടുപിടിക്കുകയും എവിടെയാണ് താമസം എന്ന് മനസ്സിലാക്കി അവർ സ്ക്രീൻ ചെയ്യുകയാണ്. NIA പരിശോധിക്കേണ്ട സാധാരണ മുസ്ലിംസിനെയല്ല, ഇവന്മാരെയാണ്. ഇവന്മാരാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് സ്പഷ്ടമാണിപ്പോൾ.